സാധാരണ വീടുകളിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളൊന്നും തന്നെ പുറത്തു വരാതെ പോകുന്നത് അവിടെയുള്ള മക്കൾ പിന്നീട് സംസാരിക്കാതാകുമ്പോഴാണ്. എന്നാൽ അമ്മയുടെ മരണത്തോടെ തളർന്നിരിക്കുന്ന ഒരു പെൺകുട്ടി തൻ്റെ അച്ഛനെതിരെ മൊഴി നൽകിയിരിക്കുന്ന ഒരു സംഭവമാണ് ചേർത്തലയിൽ കഴിഞ്ഞ ദിവസം എല്ലാം ചർച്ച ചെയ്യപ്പെട്ടത്. അച്ഛനാണ് തൻ്റെ അമ്മയെ മർദ്ദിച്ചതെന്നും ആ മർദ്ദനത്താലാണ് എൻ്റെ അമ്മ ആശുപത്രിയിലായതെന്നും ഉറക്കെ പോലീസിനോട് പറയാൻ കാണിച്ച മീഷ്മയുടെ മിടുക്ക് തന്നെയാണ് ആ കേസിന്റെ വഴിത്തിരിവായി മാറിയതെന്ന് പറയാം. സ്വാഭാവിക മരണം എന്ന് പറഞ്ഞുകൊണ്ട് കേസെല്ലാം ക്ലോസ് ചെയ്ത് അടക്കവും കഴിഞ്ഞ് വീട്ടിൽ പോയവർക്കെതിരെയാണ് ഇപ്പോൾ മറുപടിയുമായി മകൾ എത്തിയത്. പഠനശേഷം വിദേശത്ത് പഠനത്തിന് ഭാഷാ പഠനവും വിജയകരമായി പൂർത്തിയാക്കി യാത്രയ്ക്കൊരുങ്ങുമ്പോഴായിരുന്നു അച്ഛന്റെ ക്രൂരത. ആ മകൾ ശരിക്കും തകർന്നുപോയി. തൻ്റെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ തന്നെ അവൾ കാതോർത്തിരിക്കുകയായിരുന്നു. എന്നാൽ അമ്മയുടെ മരണവാർത്ത അവളെ ആകെ തളർത്തിക്കഴിഞ്ഞു. എന്നാൽ ആ തളർത്തിയതൊന്നും തന്നെ ഇപ്പോൾ തൻ്റെ അമ്മയെ രക്ഷിക്കുന്നതിൽ നിന്ന് മാറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടി മുന്നോട്ട് നിൽക്കുന്നത്. അമ്മയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ലഭിച്ചപ്പോൾ ആ മകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നില്ല. കാരണം അവൾ അമ്മയ്ക്ക് വാക്കു നൽകുകയായിരുന്നു. അമ്മയെ ക്രൂരമായി മർദ്ദിച്ച അയാൾക്കെതിരെ ഞാൻ പോരാടുമെന്നുള്ള വാക്ക്. ഏതൊരു മകൾക്കും കൊടുക്കാൻ പറ്റുന്നതിലപ്പുറമുള്ള ഒരു കാര്യം. അതാണ് ആ മകൾ അന്ന് ദിവസം ചെയ്തത്. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്വന്തം മകളെ വകവരുത്താൻ അച്ഛൻ ഒരുങ്ങിയിരുന്നു. ഇതോടെ ഭീഷ്മ എല്ലാം തുറന്നു പറയുകയായിരുന്നു. വിദേശ ജോലിയായിരുന്ന സഹോദരൻ ബെന്നോബി പി ഉൽഹന്നാൻ സംഭവശേഷമാണ് നാട്ടിലെത്തിയത്. അമ്മയുടേതൊരു സാധാരണ മരണമാണെന്നാണ് കരുതിയത്. അമ്മയുടേത് അപകട മരണമല്ലെന്നും അച്ഛൻ ആക്രമിച്ചത് മൂലമാണെന്നും മകളുടെ വെളിപ്പെടുത്തൽ ശരിയെന്ന് തെളിയുന്നത് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെയാണ്. സജി മരിച്ചത് ആക്രമണത്തിന്റെ തലയുടെ വലതുഭാഗത്ത് പരിക്കേറ്റ് തലച്ചോറിനും തലയോട്ടിക്കുമിടയിലെ ഞരമ്പുകൾ പൊട്ടിയുള്ള ആന്തരിക രക്തസ്രാവം മൂലമാണെന്ന് കണ്ടെത്തലുണ്ട്. വീഴ്ചയിലുണ്ടായ പരിക്കല്ല എന്ന് തന്നെ സംഭവത്തിൽ മനസ്സിലായി. ഒരുപക്ഷെ ആ മകളുടെ പരാതി ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ പോലീസ് പോലും ഇതിൽ മുന്നോട്ട് പോവുകയില്ലായിരുന്നു. എന്നാൽ അതൊക്കെ മുന്നോട്ട് പോവുകയും അതെല്ലാം മകളുടെ വിജയമായി തന്നെ പറയുകയും ചെയ്യുന്നു. ജനുവരി 8-നാണ് സജി ഭർത്താവിന്റെ ആക്രമണത്തിനൊടുവിൽ ഇരയായത്. കോണിപ്പടിയിൽ നിന്ന് വീണ് പരിക്കേറ്റെന്ന് പറഞ്ഞ് ചികിത്സയ്ക്ക് എത്തിച്ചപ്പോൾ ആശുപത്രി അധികൃതരോടും അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. പുറമേ പരിക്കൊന്നും ഇല്ലാതിരുന്നതിനാൽ തന്നെ അവർ മുഖവിലയ്ക്ക് എടുക്കാതെയും ചെയ്തു. പിന്നീട് കഴിഞ്ഞ ഞായറാഴ്ച സജി മരിച്ചതോടെ സാഹചര്യം മാറുകയായിരുന്നു. സജിയെ സോണി തള്ളിയിട്ടതാണെന്നും തല ഭിത്തിയിൽ ഇടിപ്പിച്ചതാണെന്നും ദൃക്സാക്ഷിയായ മകൾ മീഷ്മ പോലീസിനോട് അറിയിച്ചു. ഇതോടെ സത്യം പുറത്തായി. RDO അനുമതി വാങ്ങി സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഇതോടെ മരണകാരണം ആക്രമണമാണെന്ന് തെളിഞ്ഞു. സോണി അറസ്റ്റിലുമായി. ഭാരതീയ ന്യായ സംഹിത 105 വകുപ്പ് പ്രകാരം കൊലപാതകമല്ലാത്ത നരഹത്യക്കാണ് കേസ്. കുറ്റം തെളിഞ്ഞാൽ ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് കൂടിയാണിതെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയായി മാറുകയാണ്. എല്ലാവരും ആ മകളെ തന്നെയാണ് പറയുന്നത്. സ്വന്തം അമ്മയെ ക്രൂരമായി മർദ്ദിച്ച അച്ഛൻ ഇത് തന്നെ നൽകണം. എല്ലാ മക്കളും ഇത് പാഠമായി കാണണം. തൻ്റെ അച്ഛനല്ലേ സാരമില്ല എന്നൊക്കെ പറഞ്ഞ് തനിക്കിനി ആരുമില്ലാതാകുമല്ലോ എന്ന് കരുതി ഇരിക്കരുത്. ഇതുപോലെ എല്ലാവരെയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. നിങ്ങളുടെ അമ്മയെ അച്ഛൻ ഉപദ്രവിക്കുന്നത് കണ്ടാൽ ഇതുപോലെ പോലീസിനോട് പറയാൻ പോലും നിങ്ങൾ മടിക്കരുത്. അതുതന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് കുട്ടികൾക്ക് മാതൃകയാവുകയാണ് ഈ പെൺകുട്ടി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.